രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ എഫ്ഐആർ അത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 5 പേരുടെ പരാതികളിലാണ്. ഗർഭചിത്രത്തിന് നിർബന്ധിച്ച് സന്ദേശം അയച്ചു, സ്ത്രീകളെ സോഷ്യൽ മീഡിയയിൽ പിന്തുടർന്ന് ശല്യം ചെയ്തു, ഫോണിൽ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. എഫ്ഐആറിന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ജിബിൻ ജെബി വിവരങ്ങളുമായി ചേർന്നുണ്ട്. ജിബിൻ, ഗുഡ് മോർണിംഗ്. ഉത്രാടദിന ആശംസകൾ. ഈ എഫ്ഐആറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? ഈ 5 പേർ പറഞ്ഞിരിക്കുന്ന പരാതികൾ എന്ത്? ഏതൊക്കെ വകുപ്പാണ് അതിൽ ചുമത്തിയിട്ടുള്ളത്? മൂത്തി യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് MLA-യുമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയിലാണ് ഇപ്പോൾ എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 5 പേരുടെ പരാതിയിലാണ് ഈ എഫ്ഐആർ ഇട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ പരാതി ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഈ പരാതിക്കാരായിട്ടുള്ള 5 പേരും കേസിലെ 3ാം കക്ഷികളാണ്. അതുകൊണ്ട് ഇവർക്ക് കേസുമായി നേരിട്ട് ബന്ധമില്ല. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ചുമത്തിയിരിക്കുന്ന വകുപ്പുകളെല്ലാം തന്നെ ഗുരുതരമാണ്. BNS ആക്ടിലെ 78-ൽ 2, അതുപോലെ 351, പോലീസ് ആക്ട് 120 ഈ വകുപ്പുകൾ ചുമത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് സോഷ്യൽ മീഡിയയിൽ കൂടി പെൺകുട്ടികളെ നിരന്തരമായി ശല്യം ചെയ്യുക, അതുപോലെ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചുകൊണ്ടുള്ള സന്ദേശം അയക്കുക, പെൺകുട്ടികളെ ഫോണിൽ കൂടി ഭീഷണിപ്പെടുത്തുക, ഇത്തരം വകുപ്പുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. പക്ഷേ ഈ കേസുകളിലെല്ലാം പരാതിക്കാരായിട്ടുള്ള 5 പേരും 3ാം കക്ഷികളാണ്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. സാധാരണഗതിയിൽ പ്രായം, പരാതിക്കാരുടെ ഈ ഇരകളായിട്ടുള്ളവരുടെ പ്രായം രേഖപ്പെടുത്തുമ്പോൾ അത് വ്യക്തമായി രേഖപ്പെടുത്താറുണ്ട്. പക്ഷേ ഇവിടെ 18 മുതൽ 60 വയസ്സ് വരെയുള്ളവരെന്നാണ് ഈ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 18 മുതൽ 60 വയസ്സ് വരെയുള്ളവരാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടവരെന്നുള്ള ഒരു കാര്യം ഇതിൽ നിന്ന് വ്യക്തമാണ്. മറ്റൊരു കാര്യം, ഇതിൽ ഇരകളായിട്ടുള്ളവരുടെ പേര് വിവരങ്ങളോ അഡ്രസ്സോ ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ എല്ലാവരുടെയും സ്ഥലം തിരുവനന്തപുരമാണെന്ന് കൂടി ഈ എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ 5 പേരുടെയും പരാതി അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ ഈ എഫ്ഐആർ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. മോദി, ശരി. ജിബിൻ ജെബിയാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ചായിരുന്നു ഈ കാര്യങ്ങളൊക്കെ എന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ ഈ 5 പേരും പരാതിക്കാരൊക്കെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുള്ളവരാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇത്തരം കേസുകളിൽ വേണ്ട വകുപ്പുകളൊക്കെ ചുമത്തിയാണ് ഇപ്പോൾ എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. 5 പരാതികളാണ് ഉള്ളത്. ജിബിൻ ജെബിയാണ് വിശദവിവരങ്ങൾ പങ്കുവച്ചത്.